നമ്മളെ തലച്ചോറ് പറഞ്ഞൊരു ടെലിവിഷൻ മാതിരിയാണ്. അതിന് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. ലെഫ്റ്റ് ഭാഗം പറഞ്ഞാൽ ടെലിവിഷനിലെ ഔട്ട്പുട്ട് രണ്ടില്ല, ചിത്രവും കാണാം സൗണ്ടും ഉണ്ടാവും. ലെഫ്റ്റ് പറഞ്ഞാൽ ലോജിക്ക് റീസണിങ്, റൈറ്റ് പറഞ്ഞാൽ ഭാവന തോന്നൽ. രാത്രികാലം നമ്മൾ സ്വപ്നം കാണുന്ന സമയം ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല പോലും. നമ്മൾ ആധ്യാത്മികത പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ജീവിയാണ് നമ്മൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് സത്യാസത്യം അറിയില്ല. നമുക്ക് ചില നമ്മൾ ഞെട്ടി ഉണർന്നു പോവില്ലേ. കാരണം ജീവി നമ്മളെ ആക്രമിക്കാൻ നമുക്കറിയില്ല, കാരണം ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മളെല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞാനെന്നും സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, നേരമായി ജീവിക്കുക. അതുകൊണ്ട് എനിക്ക് ദുരന്തമൊന്നും വന്നിട്ടില്ല. പ്രശ്നം വന്നത് തട്ടി നീക്കാൻ പ്രകൃതിയുണ്ട്. ഇപ്പം ഇന്ന് മനുഷ്യന്മാർക്ക് ധാരാളം അസുഖം വരുന്നതാണ്. ഇപ്പോൾ ഒരാൾ ഹൃദയത്തിൻ്റെ മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് സൈഡ് എഫക്റ്റ് വരും. അവിടെ കിഡ്നി ഫെയിലിയർ ആകുന്നുണ്ട്. ധാരാളം നമുക്ക് അസുഖം വരുന്നതിൻ്റെ കാരണം അതാ. ഇംഗ്ലീഷ് ഡോക്ടർ തന്നെ പറയുന്നതാണ്, ഒരു മരുന്ന് കുടിച്ചാൽ അത് വേറെ എന്തോ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ. ഇതേമാതിരി നമ്മളോട് പറഞ്ഞു ഏത് പ്രവൃത്തി ചെയ്താലും അതിനെക്കൊണ്ടൊരു 50% നമുക്കൊരു സൈഡ് എഫക്റ്റ്, നെഗറ്റീവ് ഇഷ്യൂസ് വരും. ഒരു കർമ്മം ചെയ്താൽ അതിനെക്കൊണ്ട് 50% സൈഡ് എഫക്റ്റ് വരും. ഇപ്പം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മോറൽ വാല്യൂ ഒട്ടിന്, മോറൽ വാല്യൂ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മോറൽ പോലീസിങ് തുടങ്ങി. ഈയിടെ ഒരു പിണറായി ആയിട്ടൊരു പെണ്ണുങ്ങളെ കുറേ ആൾക്കാർ മോറൽ പോലീസിങ് ആയിട്ട് പെണ്ണുങ്ങളെ ആത്മഹത്യ ചെയ്തിന്. ഏത് കാര്യത്തിലും എന്തോ സൈഡ് എഫക്റ്റ് വരുമെന്നാണ് പറഞ്ഞത്, 50%. വിവാഹം തുടങ്ങിയോണ്ട് സംശയരോഗങ്ങൾ, ഡൈവേഴ്സ്, അങ്ങനെ പല ഇഷ്യൂസും അതിനെ കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഏത് പ്രവൃത്തി നമ്മളേത് 50% ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഉണ്ട് ഞാനെല്ലാം പറഞ്ഞാൽ നേരമായി ജീവിക്കലില്ല, സത്യസന്ധമായിട്ട് ജീവിക്കുക. നല്ല സുഖമുണ്ട് നേരെ വയ്ക്കുമ്പോൾ, വലിയ പ്രശ്നങ്ങളൊന്നും എന്നും ദൈവാനുഗ്രഹമുണ്ട്. പിന്നെ എന്ത് പ്രവൃത്തി ചെയ്താലും 50% കർമ്മദോഷമുണ്ട്. അതുകൊണ്ട് നേരമായി ജീവിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളൂ. ക്രൈമും കർമ്മയും പറഞ്ഞ രണ്ട് സംഭവമുണ്ട്. ക്രൈം പറഞ്ഞാൽ ലോജിക്ക്, ബുദ്ധിയിൽ വർക്ക് ചെയ്യുന്നതാണ്. കർമ്മ പറഞ്ഞാൽ ലോജിക്കല്ല, വേറെ ഒരു രീതിയിലാണ്. ഒരാൾ അയാളുടെ ശത്രുവിനെ കൊല്ലണം വിചാരിച്ചോ, അയാളുടെ സ്കൂട്ടർ പോകുന്ന ശത്രു ഒരു കാർ എടുത്ത് ഓടിച്ച് ഹിറ്റ് ചെയ്ത് ശത്രു മരിച്ചുപോയി. ഇത് ക്രൈമാണ്. ലോജിക്കയിൽ പോലീസ് കംപ്ലൈൻറ്റ് വരും. കാരണം അനലൈസ് ചെയ്ത് എന്താ മനസ്സിലാക്കാൻ പറ്റും. ക്രിമിനൽ ആക്റ്റായിട്ട് എടുക്കുന്നത്. കർമ്മ പറഞ്ഞാൽ വേറെ സംഭവമാണ്. അത് റൈറ്റ് പാർട്ട്, നമ്മൾ ആധ്യാത്മിക സ്പിരിച്വാലിറ്റി എല്ലായിട്ടുള്ള ബന്ധം. ഒരാൾ ബൈക്ക് ഓടിച്ച് പോകുന്നു, അയാൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റി, ബൈക്ക് പകുതി വീണ് അയാൾ മരിച്ചുപോയി. ഇതിൽ പോലീസ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇതിനാ കർമ്മ എന്ന് പറയുന്ന സംഭവം. ഞാനതുകൊണ്ട് ഈ കർമ്മത്തിൽ നല്ലോണം വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പണ്ട് കുറച്ച് ദുർമനസ്സുള്ള ആളായിരുന്നു. ചില സത്യം മനസ്സിലാക്കാൻ ഞാൻ നേരമായത്. ഞങ്ങളിപ്പോൾ ഒരു 500 വർഷം മുമ്പിൽ ബാക്കോട്ട് പോകാം. അന്ന് മൊബൈൽ ഫോണില്ല. ഞാനൊരു കള്ളനാണെന്ന് വിചാരിക്കുക. മൊബൈൽ ഫോൺ മോഷ്ടിക്കാൻ പറ്റില്ല, കാറ് മോഷ്ടിക്കാൻ പറ്റില്ല. അന്ന് വല്ല സോഫ്റ്റ്വെയർ ക്രൈം ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ബാങ്കിങ് കൊള്ളയടിക്കാൻ പറ്റും. അന്ന് അതൊന്നുമില്ല. ഈ കർമ്മത്തിൽ പറഞ്ഞ് നമ്മളെ പാവങ്ങളെല്ലാം എങ്ങനെ അളക്കുന്നൊന്നും നമുക്കറിയില്ല. എങ്ങനെയാണ് അളക്കുന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഈ കർമ്മത്തിലെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഞാൻ. ഈയിടെ അങ്ങനെ വിശ്വസിച്ചാൽ മതിയാവും. കുറേ ജീവിതാനുഭവം പലയാളും കണ്ടതാ. ഈ സ്റ്റോം ഓഫ് ഇമോഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയം നമ്മൾ ഉദ്ദേശം നല്ലതായിരിക്കും, വേറെ എന്തോ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന കാണാം. അങ്ങനെ പല സംഭവം കണ്ടിന്, പല ആളെ ജീവിതത്തിനെല്ലാം പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ നേരെ വഴി ജീവിക്കുന്നില്ല. അതിൻ്റെ പ്രകൃതി അനുഗ്രഹം എനക്കൊന്നും ഉണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയിലൊരിതുണ്ട്. നമ്മളൊരു പറയുന്നുണ്ട്, ഒരു ഒരു 100 ക്രിമിനൽ രക്ഷപ്പെട്ടാൽ ഒരു ഇന്നസെൻ്റായ ഒരു മനുഷ്യനെ അനുഭവിക്കണമെന്നാണ് പറയുന്നത്. 100 ക്രിമിനൽ രക്ഷപ്പെട്ടോട്ടെ, പക്ഷെ ഒരു ഇന്നസെൻ്റായ ഒരു മനുഷ്യനെ അനുഭവിക്കണമെന്നാണ് പറയുന്നത്. പലവണ റോഡിലെല്ലാം ഭിക്ഷക്കാരിങ്ങനെ ഇരിക്കുന്നതാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, നമ്മളാരും കൊന്നിട്ടില്ല, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. പക്ഷെ അവരെല്ലാം അനുഭവിക്കുന്നുണ്ട്. എന്നാ സംഭവം ഒന്നും അറിയില്ല. എല്ലാം കർമ്മത്തിൻ്റെ ഇതിലാണ് പെടുന്നത്. അപ്പം ഞാൻ ചെയ്യാതെ പല പ്രവർത്തിക്കാൻ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞത്, ഒരാൾ കാർ ഓടിക്കുന്നു,
അയാളുടെ കാറിൽ നിന്ന് പുക പുറത്ത് വന്ന്. അതുപോലെ ഒരു ഭിക്ഷക്കാരനായിരിക്കും ശ്വസിച്ചിട്ട് അയാൾക്ക് ക്യാൻസർ വരിക. കാറ് ഓടിച്ച ആൾക്കല്ല, വേറെ ആളെ അനുഭവിക്കുന്നത്. അങ്ങനെ കർമ്മത്തിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതങ്ങനെ പോലും. കാറ് ഓടിച്ച ആളെ ഒക്കെയല്ല, കാർ ഓടിച്ച ആളെ വളരെ നെഗറ്റീവ് ശ്വാസം ഉണ്ടാക്കി പൊല്യൂട്ട് ചെയ്ത്, പക്ഷെ അത് ശ്വസിച്ച് വേറെ ആളെ അനുഭവിക്കുക. അങ്ങനെ ഈ കർമ്മത്തിൻ്റെ നിയമം അതാ. പിന്നെ കർമ്മത്തെ പറഞ്ഞു തരുന്ന നിങ്ങൾ ഓരോ കാര്യങ്ങളും വന്നാൽ നിങ്ങൾ അതിൻ്റെ റൂട്ട് കോസ് കാര്യങ്ങൾ പഠിക്കാൻ നന്നാകാം, അത്രേ പറഞ്ഞുള്ളൂ. ഇപ്പം ഭിക്ഷക്കാരൻ ശ്വസിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്രോളും ഡീസലിൻ്റെ വണ്ടി മാറ്റിയിട്ട് ഇലക്ട്രിക് കാർ മാറ്റാതെ പറയുന്നത്. അതായത് കർമ്മത്തിൻ്റെ നിയമം. അതുകൊണ്ട് ഞാൻ കർമ്മത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ സത്യസന്ധമായിട്ട് നേരെ വഴി ജീവിക്കുന്ന, ആരെയും ദ്രോഹിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല.